എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും ഉള്ളൊരു ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഇതുപോലെ കോണോട് കോണും മടക്കി കൊടുക്കാം. ഇനി നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്ലവർ കിട്ടിയിരിക്കുന്നത്. ഇനി അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേയധികം പൂക്കൾ ചെയ്തെടുക്കാം. ഒട്ടിച്ചു കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ ലൈൻസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ട്രീയുടെയൊക്കെ ഷേപ്പിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടു പോർഷന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഫുള്ള് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഫുള്ള് കളർ അടിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ കളർ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് കളർ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫ്ലവർ ഒട്ടിക്കാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിബോണ്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അതല്ല ഫെവിക്കോൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. നമുക്ക് കറക്റ്റ് ഈ ഫ്ലവർ ഇതുപോലെ നേരെ ഇരിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ നമ്മുടെ ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊരുപാട് പതിഞ്ഞു പോകും. ആ ഒരു രീതിയിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബോർഡേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നടുഭാഗത്തെ എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സെയിം കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളും ഒട്ടിച്ചെടുക്കാം.
ഈ ഫ്ലവറിൻ്റെ നടുഭാഗത്ത് നിങ്ങൾക്ക് സ്കെച്ച് പെൻ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ സ്റ്റോണോ അല്ലെങ്കിൽ ചെറിയ ബീഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു ഷൈനിങ്ങിന് വേണ്ടി നമ്മുടെ ലേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വർക്കുകളൊന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വോൾ ഹാങ്ങിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.